തൊഴിലാളികൾക്ക് മികച്ച സേവനങ്ങൾ ഉറപ്പുവരുത്തുന്ന കമ്പനികൾക്ക് UAE സർക്കാരിന്റെ പ്രത്യേക പരിഗണന ലഭിക്കും. തൊഴിലാളികൾക്ക് ഏറ്റവും മികച്ച ജീവിത സാഹചര്യം ഉറപ്പാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണിത്. തൊഴിലാളികളുടെ അവകാശങ്ങൾ ഉറപ്പിക്കുന്നതിന് മികച്ച നടപടികൾ സ്വീകരിക്കുന്ന കമ്പനികൾക്ക് സർക്കാർ പദ്ധതികളിലും അന്താരാഷ്ട്ര കരാറുകളിലും മുൻഗണന നൽകും. തൊഴിൽ അവകാശ സംരക്ഷണത്തിന് ഏർപ്പെടുത്തിയ തഖ്ദീർ അവാർഡിൽ പഞ്ചചതുർനക്ഷത്ര വിജയം നേടുന്ന സ്ഥാപനങ്ങൾക്കാണ് ഈ പരിഗണന ലഭിക്കുക. നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന 9854 ഫാക്ടറികളും 282 കമ്പനികളുമാണ് തഖ്ദീർ അവാർഡിന്റെ രണ്ടാം പതിപ്പിൽ മാറ്റുരയ്ക്കുക. ഫ്രീ സോണുകളിൽ പ്രവർത്തിക്കുന്ന കമ്പനികളെ കൂടി ഇക്കുറി പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതായി താമസ കുടിയേറ്റ ഡയറക്ടറേറ്റ് അറിയിച്ചു. 10 ലക്ഷത്തോളം വരുന്ന നിർമ്മാണ തൊഴിലാളികളുടെ അവകാശങ്ങൾ അന്താരാഷ്ട്ര ഉടമ്പടികൾ പ്രകാരം ഉറപ്പിക്കുന്നതിന് തഖ്ദീർ അവാർഡ് സഹായകമാകും. ദുബൈ എയർപോർട്ട്സ് ഫ്രീ സോൺ ഡയറക്ടർ ജനറൽ ഡോക്ടർ മുഹമ്മദ് അൽ സറൂനിയും സംബന്ധിച്ചു. അവാർഡിനുള്ള അപേക്ഷകൾ ഓഗസ്റ്റ് വരെ സ്വീകരിക്കും. നവംബറിലാണ് പുരസ്കാര പ്രഖ്യാപനം. മീഡിയ 1 ദുബായ്. നഗര ശുചീകരണ തൊഴിലാളികൾ റമളാനിൽ രാവിലെ ജോലി ചെയ്യേണ്ടതില്ലെന്ന് കുവൈറ്റ് മുനിസിപ്പാലിറ്റി. മുനിസിപ്പാലിറ്റിയുമായി കരാറിൽ ഏർപ്പെട്ട ക്ലീനിംഗ് കമ്പനികൾക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം കൈമാറിയതായി മുനിസിപ്പൽ ഡയറക്ടർ അഹമ്മദ് അൽ മൻഫൂഹി അറിയിച്ചു. കടുത്ത വേനൽ ഒപ്പം നോമ്പുകാലവും തൊഴിലാളികൾക്ക് തളർച്ച അനുഭവപ്പെടാൻ സാധ്യത ഏറെയാണ്. ഇത് കണക്കിലെടുത്താണ് ശുചീകരണ തൊഴിലാളികൾക്ക് ഇളവനുവദിക്കാൻ തീരുമാനിച്ചതെന്ന് മുനിസിപ്പൽ ഡയറക്ടർ പറഞ്ഞു. രാവിലത്തെ ഷിഫ്റ്റിന് പകരമായി ജോലിക്കാർക്ക് രാത്രി ഡ്യൂട്ടി നൽകാൻ ക്ലീനിംഗ് കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിനിടെ മാനവശേഷി വകുപ്പ് പ്രഖ്യാപിച്ച ഉച്ചവിശ്രമ നിയമം ഇന്നു മുതൽ പ്രാബല്യത്തിലായി. ഓഗസ്റ്റ് 31 വരെയുള്ള 3 മാസക്കാലമാണ് വെയിലത്ത് ജോലി ചെയ്യുന്നതിന് വിലക്കുള്ളത്. കാലത്ത് 11 മുതൽ വൈകിട്ട് 4 മണിവരെയുള്ള സമയങ്ങളിൽ തൊഴിലാളികൾക്ക് വിശ്രമം നൽകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരടങ്ങിയ സംഘം രാജ്യത്തെ നിർമ്മാണ സൈറ്റുകളിലും മറ്റും മിന്നൽ പരിശോധന നടത്തുമെന്ന് പബ്ലിക് അതോറിറ്റി ഫോർ മാൻപവർ ഡയറക്ടർ അബ്ദുള്ള അൽ മുത്തത്തിഹ് അറിയിച്ചു. നിയമലംഘനം കണ്ടെത്തിയാൽ ഒരു തൊഴിലാളിക്ക് 100 ദിനാർ എന്ന കണക്കിൽ കമ്പനികളിൽ നിന്ന് പിഴ ഈടാക്കും. ഇതിനു പുറമെ ഫയൽ മരവിപ്പിക്കുന്നതടക്കമുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. മീഡിയ 1 കുവൈറ്റ് സിറ്റി. ഉംറ നിർവഹിക്കാനെത്തുന്ന വിദേശ തീർത്ഥാടകർ വിസ കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് നാട്ടിലേക്ക് മടങ്ങണമെന്ന് സൗദി പാസ്പോർട്ട് വിഭാഗം അറിയിച്ചു. കാലാവധി കഴിഞ്ഞും സൗദിയിൽ തുടർന്നാൽ 50,000 റിയാൽ പിഴയും 6 മാസം തടവ് ശിക്ഷയും നൽകി അവരെ നാട്ടിലേക്ക് കയറ്റി അയക്കുമെന്ന് പാസ്പോർട്ട് വിഭാഗം സഹമേധാവി മേജർ ജനറൽ ഖാലിദ് അൽ ജദിയ പറഞ്ഞു. തീർത്ഥാടന വിസയിലുള്ളവർ ജോലി ചെയ്യാൻ ശ്രമിക്കരുത്. മക്ക, മദീന, ജിദ്ദ നഗരങ്ങൾക്ക് പുറത്തേക്ക് യാത്ര ചെയ്യരുതെന്നും അദ്ദേഹം പറഞ്ഞു. നിയമലംഘനത്തിന് കൂട്ടുനിൽക്കുന്ന സ്വദേശികളും വിദേശികളും ശിക്ഷയ്ക്ക് അർഹരാകും. ജിദ്ദ ഹജ്ജ് ടെർമിനലിൽ ഉംറ തീർത്ഥാടകർക്ക് ഒരുക്കിയ സേവനങ്ങൾ ഖാലിദ് അൽ ജദിയ വിലയിരുത്തി. കുവൈത്തിൽ ഭിന്നശേഷിയുള്ള 10 വയസ്സുകാരനെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ 4 സ്വദേശികൾ ഉൾപ്പെടെ 7 പേർക്ക് കോടതി വധശിക്ഷ വിധിച്ചു. നേരത്തെ കീഴ്ക്കോടതി വിധിച്ച 10 വർഷത്തെ തടവ് ശിക്ഷ റദ്ദാക്കിയാണ് 7 പേരെയും തൂക്കിക്കൊല്ലാൻ അപ്പീൽ കോടതി ഉത്തരവിട്ടത്. 10 വയസ്സുള്ള കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുകയും ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് കേസ്. 4 കുവൈത്തുകൾക്ക് പുറമെ ഒരു ബിദൂനിയും യമൻ, ഇറാഖ് സ്വദേശികളുമാണ് പ്രതികൾ. സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി തോമസ് ചാണ്ടിക്ക് കുവൈത്തിൽ പൗരസമിതിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. അബ്ബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിൽ ഒരുക്കിയ സ്വീകരണത്തിൽ 90ഓളം മലയാളി സംഘടനകൾ മന്ത്രിക്ക് ഹാരാർപ്പണം നടത്തി. മന്ത്രിയായ ശേഷം ആദ്യമായി കുവൈത്തിലെത്തിയ തോമസ് ചാണ്ടിക്ക് ഗംഭീര സ്വീകരണമാണ് പൗരസമിതിയുടെ നേതൃത്വത്തിൽ നൽകിയത്. ഇന്ത്യൻ അംബാസിഡർ സുനിൽ ജെയിൻ സ്വീകരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ജോയ് മുണ്ടക്കാട് അധ്യക്ഷനായിരുന്നു. 90ഓളം മലയാളി സംഘടനകളുടെ പ്രതിനിധികൾ മന്ത്രിയെ പൊന്നാടയണിയിച്ചു. ജലീബ് ഏരിയ പോലീസ് സൂപ്രണ്ട് കേണൽ ഇബ്രാഹിം അബ്ദുൾ റസാഖ് അൽദൈ, പ്രവാസി ക്ഷേമനിധി ബോർഡ് ഡയറക്ടർ N അജിത് കുമാർ, MK പോത്തൻ, മലയിൽ മൂസക്കോയ, സഗീർ തൃക്കരിപ്പൂർ എന്നിവർ ആശംസയർപ്പിച്ചു. അൻവർ സയ്യിദ് റമദാൻ സന്ദേശം നൽകി. സാം പൈനമോട് അനുമോദന പ്രമേയം അവതരിപ്പിച്ചു. രാജു സക്കറിയ, ബാബുജി ബത്തേരി, സലീം രാജ്, ശ്രീംലാൽ എന്നിവർ സംബന്ധിച്ചു. മുനീർ അഹമ്മദ്, മീഡിയ 1 കുവൈറ്റ് സിറ്റി. കേരളത്തിൽ എല്ലാ വകുപ്പുകളിലും അഴിമതി കൊടികുത്തി വാഴുകയാണെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി തോമസ് ചാണ്ടി. സമയം തെറ്റിച്ചോടുന്നതും റൂട്ട് കട്ട് ചെയ്യുന്നതും മറ്റും കണ്ടെത്താൻ ബസ്സുകളിൽ GPS സംവിധാനം നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കുവൈത്തിൽ പൗരസമിതി നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എനിക്ക് എത്ര ഉണ്ടാക്കാനോ ഒക്കും, ഇത് മാത്രമാണ് സമൂലം എല്ലാ വകുപ്പിലും അഴിമതി കൊടികുത്തി വാഴുന്ന ഒരു രാജ്യം, ഒരു സംസ്ഥാനം. സീഡാർട്ട് കമ്പനിയെയും കെൽട്രോണിനെ ഉപയോഗിച്ച്
എല്ലാ വണ്ടികളിലും ഞങ്ങൾ GPS ചിപ്പ് വെക്കാൻ പോവാണ്. കമ്പ്യൂട്ടറിലൂടെ മോണിറ്റർ ചെയ്യാനൊക്കും ഓരോ വണ്ടിക്കും കൊടുത്തിട്ടുള്ള സമയം. അവൻ റൂട്ട് മാറി ഓടിയാൽ 1 മിനിറ്റ് താമസിച്ചോടിയാൽ വീട്ടിൽ ഫൈൻ ചെല്ലുന്ന സംവിധാനം ഒരു കമ്പനി ഏറ്റെടുത്തിരിക്കുകയാണ്. ഖത്തറിലും ബഹ്റൈനിലും സ്ഥാനപതിയായും ദുബായിൽ ഇന്ത്യൻ കോൺസുലർ ജനറലായും സേവനമനുഷ്ഠിച്ചിരുന്ന ഡോക്ടർ ജോർജ് ജോസഫ് അന്തരിച്ചു. മൃതദേഹം ശനിയാഴ്ച നെടുങ്കുന്നപ്പള്ളിയിൽ സംസ്കരിക്കും. സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടിരുന്ന ജനകീയനായ സ്ഥാനപതി എന്ന നിലയിലാണ് മലയാളിയായിരുന്ന ജോർജ് ജോസഫ് അനുസ്മരിക്കപ്പെടുന്നത്. ഖത്തറിലെ വിവിധ ലേബർ ക്യാമ്പുകളിലെ തൊഴിലാളികൾക്ക് നോമ്പ് തുറക്കാനും അത്താഴത്തിനുമുള്ള വിഭവങ്ങൾ വീടുകളിൽ പാകം ചെയ്ത് എത്തിച്ചു നൽകുകയാണ് ഒരു കൂട്ടം മലയാളി വനിതകൾ. കൾച്ചറൽ ഫോറത്തിന് കീഴിലെ വനിതാ കൂട്ടായ്മയായ നടുമുറ്റം പ്രവർത്തകരാണ് വേറിട്ട സേവന പ്രവർത്തനങ്ങളുമായി രംഗത്തുള്ളത്. നഗരത്തിൽ നിന്ന് മാറി വിദൂര സ്ഥലങ്ങളിലുള്ള ലേബർ ക്യാമ്പുകളിലേക്കും സാധാരണ തൊഴിലാളികൾ തിങ്ങി താമസിക്കുന്ന താമസ കേന്ദ്രങ്ങളിലേക്കുമാണ് ദോഹയിലെ നടുമുറ്റം വനിതകൾ ഭക്ഷണമൊരുക്കുന്നത്. ഈ റമദാനിൽ 30ഓളം ക്യാമ്പുകളിലായി 5000-ത്തിലധികം തൊഴിലാളികൾക്ക് നോമ്പ് തുറക്കാനും അത്താഴത്തിനുമുള്ള വിഭവങ്ങൾ നൽകാനാണ് ഇവരുടെ തീരുമാനം. നമ്മൾ വീടുകളിൽ നിന്നും പാകം ചെയ്ത ഭക്ഷണം പാവപ്പെട്ട ലേബർ ക്യാമ്പിലെ തൊഴിലാളികൾക്ക് എത്തിച്ചുകൊണ്ട് നോമ്പുതുറ മാത്രമല്ല അത്താഴം കൂടി എത്തിച്ചുകൊണ്ട് നടുമുറ്റം ഇവിടെ വ്യത്യസ്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തവണ കൂടുതൽ തൊഴിലാളികൾക്ക് ഭക്ഷണം എത്തിക്കാനാവുമെന്ന പ്രതീക്ഷയും ഇവർക്കുണ്ട്. കഴിഞ്ഞ വർഷം ഞങ്ങൾ 5000-ത്തോളം ആളുകൾക്ക് എത്തിച്ചു കൊടുത്തിരുന്നു. ഇപ്രാവശ്യം ഇൻഷാ അല്ലാഹ് അതിനേക്കാൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നടുമുറ്റത്തിന്റെ വിവിധ ഏരിയ കമ്മിറ്റികളാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. നോമ്പ് തുറക്കാൻ സമയമാവുമ്പോഴേക്കും ഇവർ വീടുകളിൽ പാകം ചെയ്ത നാടൻ വിഭവങ്ങളുമായി കൾച്ചറൽ ഫോറത്തിലെ യുവാക്കൾ ക്യാമ്പുകളിലേക്ക് തിരിക്കും. മുജീബ് റഹ്മാൻ, മീഡിയ 1, ദോഹ. പ്രവാസികളിൽ പലർക്കും ജോലി തിരക്ക് കാരണം നോമ്പു തുറക്കുള്ള വിഭവങ്ങൾ താമസ സ്ഥലത്തുണ്ടാക്കുവാനുള്ള സമയവും സൗകര്യവും ഉണ്ടാകാറില്ല. ഈ അവസ്ഥയിൽ അവർക്ക് ആശ്വാസമായി തീരുകയാണ് നാടൻ വിഭവങ്ങൾ ഒരുക്കി നൽകുന്ന ലഘുഭക്ഷണശാലകൾ. സമയം വൈകുന്നേരം 5 മണി. ബഹ്റൈനിലെ മുഹറക്കിൽ പ്രധാന പാതയോരത്ത് CT അബ്ദുറഹ്മാൻ എന്ന അന്ത്രൂക്കയുടെ പലഹാര സ്റ്റാൾ പ്രവർത്തിച്ചു തുടങ്ങി. നോമ്പുതുറ വിഭവങ്ങൾ തേടി നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. പഴംപൊരിയും ഉള്ളിവടയും തുടങ്ങി നാടൻ വിഭവങ്ങൾ വാങ്ങാനുള്ള ഈ തിരക്ക് നോമ്പുതുറയുടെ നേരം വരെ തുടരും. അന്ത്രൂക്ക ഇതിനെ വെറുമൊരു കച്ചവടമായല്ല കാണുന്നത്. പിന്നെ റമദാൻ മാസത്തിൽ നമ്മുടെ വിദേശികളെല്ലാം റൂമുകളിൽ നിന്നും ഉണ്ടാക്കാനുള്ള സൗകര്യം ഉണ്ടാവും ജോലി തിരക്കായതുകൊണ്ട്. അപ്പം നമുക്ക് നാടൻ ഭക്ഷണം ഇവിടെ കൊടുക്കാൻ ഒരു പുണ്യമായ ഒരു കർമ്മം കൂടിയാണ്. കച്ചവടം മാത്രമല്ല, നല്ലൊരു പൊതു സേവനം കൂടിയാണ് ഇത് ചെയ്യുന്നത്. കോഴിക്കോട് ജില്ലയിലെ ഇരിങ്ങൽ കോട്ടക്കൽ സ്വദേശിയായ അന്ത്രൂക്ക കഴിഞ്ഞ 11 വർഷമായി ഇവിടെ ഭോജനശാല നടത്തുന്നു. ടാക്സി ഡ്രൈവർമാരടക്കമുള്ള തൊഴിലാളികൾക്ക് നോമ്പു തുറക്ക് നാടൻ വിഭവങ്ങൾ ലഭിക്കുവാൻ ഈ പലഹാര സ്റ്റാൾ തന്നെ ആശ്രയം. തനി നാടൻ ഭക്ഷണമാണ് നമുക്ക് അന്ത്രൂക്ക തരുന്നത്. നല്ല നാട്ടിൽ കിട്ടുന്ന അതേ ഉള്ളിവട, പഴംപൊരി, കട്ട്ലേറ്റ്, പരിപ്പ് വട നല്ലൊരു ആശ്വാസമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. പാതയരികിൽ വാഹനങ്ങൾ നിർത്തി ചില സ്വദേശികളും അന്ത്രൂക്കയുടെ പലഹാരങ്ങളുടെ രുചിവൈവിധ്യങ്ങൾ തേടിയെത്തുന്നു. ക്യാമറ പേഴ്സൺ സുഫൈൽ മാടായിക്കൊപ്പം സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിഭവങ്ങളുമായി യാമ്പുവിലെ റമളാൻ സൂക്കിൽ കച്ചവടം സജീവമായി. റോയൽ കമ്മീഷനിൽ വർഷങ്ങളായി നോമ്പുകാലത്ത് വിരുന്നെത്തുന്ന ഈ സൂക്കിൽ തങ്ങളുടെ ഇഷ്ടവിഭവങ്ങൾ തേടിയെത്തുന്ന സ്വദേശികളുടെയും വിദേശികളുടെയും തിരക്കാണ്. എല്ലാ ദിവസവും വൈകിട്ട് അസർ നമസ്കാരത്തോടെയാണ് റോയൽ കമ്മീഷൻ ഒരുക്കിയ ഈ റമദാൻ സ്പെഷ്യൽ നഗരി സജീവമാകുക. മഗ്രിബ് ബാങ്കോടെ അവസാനിക്കുകയും ചെയ്യും. 3 മണിക്കൂർ മാത്രമാണ് സൂക്കിലെ കച്ചവടമെങ്കിലും നോമ്പ് തുറക്കാനുള്ള എല്ലാതരം വിഭവങ്ങളും ഇവിടെ സുലഭം. അറേബ്യൻ രുചിഭേദങ്ങൾ ആസ്വദിക്കാനെത്തുന്നവർക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. വിവിധ തരത്തിലുള്ള ജ്യൂസുകൾ, കുനാഫ, സമൂസ, കിബ്ദ, കബാബ്, കബ്സ തുടങ്ങിയ വിഭവങ്ങളെല്ലാം ഇവിടെ ലഭ്യമാണ്. റമദാനിൽ അറബികളുടെ പ്രധാന വിഭവമായ ആടിന്റെ കരൾ കൊണ്ടുള്ള കിബ്ദ തന്നെയാണ് ഇവിടെയും താരം. ലെബനാൻ, പാകിസ്ഥാൻ, തുർക്കി, യമൻ, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിലെ വിഭവങ്ങൾ ഒരുക്കി 50ഓളം സ്റ്റാളുകളാണ് റമദാൻ സൂക്കിലുള്ളത്. ഇവിടെ വളരെ നല്ലൊരു പ്രോഗ്രാമാണ് ഇവിടെ നടക്കുന്നത്. സ്വദേശികളും വിദേശികളുമായിട്ടുള്ള പല ആൾക്കാരും ഇവിടെ വരാറുണ്ട്. റോയൽ കമ്മീഷൻ വളരെ നല്ല രീതിയിലാണ് ഇവിടെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിരിക്കുന്നത്. ശരിക്കും ആൾക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ റമദാൻ ടൈമിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻജോയ് ചെയ്യുന്നുണ്ട്. ആഹാര സാധനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തിയാണ് റോയൽ കമ്മീഷൻ നഗരസഭ കച്ചവടത്തിന് അനുമതി നൽകുന്നത്. സൂക്കിലെത്തുന്ന ഓരോരുത്തർക്കും നോമ്പ് തുറക്കാൻ വിപുലമായ സൗകര്യം നാട്ടുകാർ ഒരുക്കുന്നുണ്ട്. മീഡിയ 1, യാമ്പു.
ഇന്ത്യയിൽ ചരിത്ര പ്രാധാന്യമുള്ള മുസ്ലിം പള്ളികളിലൊന്നാണ് കോഴിക്കോട് കുറ്റിച്ചിറയിലെ മിഷ്കാൽ പള്ളി. റമളാൻ മാസത്തിൽ മിഷ്കാൽ പള്ളിയെ സ്മരിക്കുന്നതിനും പ്രത്യേക കാരണമുണ്ട്. 5 നൂറ്റാണ്ട് മുൻപ് റമളാൻ മാസത്തിലാണ് പോർച്ചുഗീസുകാർ പള്ളിക്കെതിരെ ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ചെങ്കിലും മിഷ്കാൽ പള്ളി ഇന്നും പൈതൃക സ്വത്തായി സംരക്ഷിച്ചു വരുന്നു. ഏഴ് നൂറ്റാണ്ടിലധികം പഴക്കമുണ്ട് മിഷ്കാൽ പള്ളിയിലെ ബാങ്ക് വിളിക്ക്. AD 1300-നും 330-നും ഇടയിൽ പണി കഴിപ്പിച്ച മിഷ്കാൽ പള്ളി ഇന്നും ചരിത്രകാരന്മാർക്ക് അത്ഭുതമാണ്. അറേബ്യൻ വ്യാപാരിയായ നഖൂദ മിഷ്കാൽ പണി കഴിപ്പിച്ച പള്ളിയെ വ്യത്യസ്തമാക്കുന്നത് നിർമ്മാണ വൈദഗ്ധ്യവും ചരിത്ര പ്രാധാന്യവുമാണ്. 1510 ജനുവരി 3-നാണ് വാസ്കോഡഗാമയുടെ പിൻഗാമിയായ അൽബുക്കർക്കിന്റെ നേതൃത്വത്തിൽ പോർച്ചുഗീസുകാർ പള്ളിയെ ആക്രമിച്ചത്. റമദാൻ 22-ന് കല്ലായിപ്പുഴയിലൂടെ വന്ന സംഘം മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ച് പള്ളിക്ക് തീവെച്ചുവെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഇന്ന് നിർമ്മിക്കുന്ന കെട്ടിടത്തിൻ്റെ അതേ മെത്തേഡാണ് ഒരു 800 വർഷം മുമ്പ് ഉപയോഗിച്ചത്. കാരണം ഇത് മുഴുവൻ മരമാണ്, അടിത്തറ മാത്രമേ കല്ലുള്ളൂ. 24 തൂണുകളും 47 വാതിലുകളുമുള്ള പള്ളിയിൽ ഒരേ സമയം 300 പേർക്ക് നമസ്കരിക്കാനാവും. ക്ഷേത്രക്കുളങ്ങൾക്ക് സമാനമായ ചതുരക്കുളവും മിഷ്കാൽ പള്ളിയെ മറ്റു പള്ളികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു. സഞ്ജു പൊറ്റമലിനൊപ്പം നിതീഷ് ബാലൻ, മീഡിയ 1 കോഴിക്കോട്. മിഡിസ്റ്റ് അവർ പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം സ്പെഷ്യൽ എഡിഷൻ പുനഃസംപ്രേഷണം കാണാം. ഗുഡ് നൈറ്റ്.